നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാജുവും DMSഉം വിൽപ്പനയും അനുസരണയും മുഖേന വിജയം എന്ന വിഷയമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. സെയിൽസ് എന്ന ലോകത്ത് ചെറിയ ചില ചിട്ടകൾക്ക് എത്ര വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. നമ്മുടെ മുന്നിലുള്ളത് രാജു എന്ന ഒരു FMCG സ്നാക്സ് സെയിൽസ്മാന്റെ അനുഭവമാണ്. തുടക്കത്തിൽ അച്ചടക്കമില്ലായ്മയുടെ പേരിൽ പിന്നോട്ടു പോയ ഒരാൾ പിന്നീട് ടെക്നോളജിയെ കൂട്ടുപിടിച്ച് കരിയർ തന്നെ മാറ്റിമറിച്ചു. അപ്പം നമുക്ക് രാജുവിന്റെ ഈ യാത്രയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും. ഈ കഥയിലേക്ക് കടക്കും മുൻപ് നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ FMCG സ്നാക്സ് വിപണിയിലെ അതൊരു യുദ്ധക്കളം പോലെയാണ്. അതെ. അതിവേഗം വിറ്റഴിയുന്ന സാധനങ്ങൾ, ഓരോ മൂലയിലും പുതിയ ബ്രാൻഡുകൾ, മത്സരം, ഒരു രക്ഷയുമില്ല. ഇവിടെ ആളുകൾ കടയിൽ കയറി ഒരു അര സെക്കൻഡ് കൊണ്ടാണ് ഏത് ചിപ്സ് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. ഇമ്പൾസ് ബൈയിങ് അല്ലേ? അതെ, ഇമ്പൾസ് ബൈയിങ്. അതുകൊണ്ട് തന്നെ ഒരു സെയിൽസ്മാന് രാവിലത്തെ ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കട തുറക്കുന്ന സമയം. അതെ, ആ സമയത്ത് ആരുടെ പ്രോഡക്റ്റാണോ ഷെൽഫിൽ മുന്നിലിരിക്കുന്നത് അത് വിറ്റുതീരും. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ രാജുവിന്റെ കഥയെ കാണാൻ. അപ്പോ രാജുവിന്റെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു? നമുക്ക് ആ കണക്കുകളിലേക്ക് തന്നെ വരാം. തുടക്കത്തിൽ പുള്ളിയുടെ റിപ്പോർട്ട് കാർഡ് അത്ര നല്ലതായിരുന്നില്ല. ഒട്ടും നല്ലതായിരുന്നില്ല. മാസത്തിൽ ചുരുങ്ങിയത് 4 ദിവസം അവധിയാണ്. മാർക്കറ്റിൽ എത്തേണ്ടത് രാവിലെ 10 മണിക്ക്. പക്ഷെ പുള്ളി എത്തുന്നത് എപ്പോഴാ? ഉച്ചയ്ക്ക് 12 മണിക്ക്. അതായത് പകുതി ദിവസം കഴിഞ്ഞു. അതെ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ മാനേജ്മെന്റ് സിസ്റ്റം DMS, അത് പേരിന് മാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കും. ഓർഡറുകളൊന്നും കടയിൽ വെച്ച് അപ്പപ്പോഴെടുക്കുന്നില്ല. അതുകൊണ്ട് റിയൽ ടൈം ഓർഡറുകൾ 0. കവർ ചെയ്യേണ്ട ഏരിയ, അതായത് ബീറ്റ്, അത് പൂർത്തിയാക്കുന്നുമില്ല. സിമ്പിളായി പറഞ്ഞാൽ 12 മണിക്ക് മാർക്കറ്റിലെത്തുക എന്നാൽ ആ ദിവസത്തെ പകുതി കച്ചവടം നഷ്ടപ്പെട്ടുവെന്ന് സാരം. അതെ. ഈ കണക്കുകള് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ പ്രശ്നങ്ങളാണ് ശരിക്കും കാണിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോ ഉച്ചയ്ക്ക് 12 മണിക്കൊരു കടയിലേക്ക് കയറി ചെല്ലുന്ന സെയിൽസ്മാനെ കാണുമ്പോൾ ആ റീറ്റെയിലർക്ക് എന്തു തോന്നും? മടുപ്പ് തോന്നും. ഞാനൊരിക്കലൊരു റീറ്റെയിലറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓക്കെ. രാവിലെ വരുന്ന സെയിൽസ്മാൻ എന്റെ ബിസിനസിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഉച്ചയ്ക്ക് വരുന്നവൻ അവന്റെ ടാർഗറ്റിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അത് കൊള്ളാം. ആ ഒരു വ്യത്യാസം വളരെ വലുതാണ്. ഇനി അവധിയുടെ കാര്യം നോക്കൂ. 4 ദിവസം. അതെ. രാജു വരാത്ത 4 ദിവസങ്ങളിൽ എതിരാളികൾക്ക് അതൊരു സുവർണ അവസരമാണ്. അവരാ കടകളിൽ കയറി അവരുടെ സാധനങ്ങൾ ഷെൽഫിൽ ഏറ്റവും നല്ല സ്ഥാനത്ത് വയ്ക്കും. ശരിയാണ്. ഇത് രാജുവിന്റെ വിൽപ്പനയെ മാത്രമല്ല, ആ ഡിസ്ട്രിബ്യൂട്ടറുടെ മുഴുവൻ സിസ്റ്റത്തെയും ബാധിക്കും. ഒരു മിനിറ്റ്, എനിക്കൊരു സംശയം. നിങ്ങൾ ഈ DMS ഉപയോഗിക്കാത്തതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. പണ്ടൊന്നും ഈ ആപ്ലിക്കേഷൻ ഇല്ലാതെയും സെയിൽസ് നടന്നിരുന്നില്ലേ? കടയിൽ പോയി ഓർഡർ എടുത്തു, പക്ഷേ ആപ്പിൽ രേഖപ്പെടുത്തിയില്ല. അതെങ്ങനെയാണ് കമ്പനിയുടെ കണ്ണിൽ ഒരു വ്യാജ സന്ദർശനം അഥവാ ഫേക്ക് വിസിറ്റ് ആകുന്നത്? നല്ല ചോദ്യമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ ഇന്നത്തെ ലോകത്ത് ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. പ്രത്യേകിച്ച് ഈ സ്നാക്സ് പോലെ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ. ശരി. രാജു ചെയ്തിരുന്നത് എന്താന്നാൽ ദിവസം മുഴുവൻ കറങ്ങിയിട്ട് രാത്രി വീട്ടിലിരുന്ന് ഓർഡറുകൾ ഒരുമിച്ച് DMSൽ അടിച്ചുകയറ്റും. മാനുവൽ എൻട്രി. അതെ. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു കടയിൽ രാവിലെ 10 മണിക്ക് ഒരു പ്രത്യേക ചിപ്സ് തീർന്നുപോയെന്ന് വെക്കാം. രാജു രാത്രി ഓർഡർ പഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഡിസ്ട്രിബ്യൂട്ടർ ഈ വിവരം അറിയുന്നുള്ളൂ. അപ്പോ അടുത്ത ദിവസമേ ഡെലിവറി നടക്കൂ. അതെ. 24 മണിക്കൂർ നഷ്ടപ്പെട്ടു. ആ സമയത്തിനുള്ളിൽ എതിരാളിയുടെ ചിപ്സ് ആ കടയിൽ വിറ്റുതീർന്നിട്ടുണ്ടാകും. സംഗതി പിടികിട്ടി. അതുകൊണ്ടാണ് കമ്പനി അതിനെ വ്യാജ സന്ദർശനം എന്ന് വിളിക്കുന്നത്. സന്ദർശനം നടന്നു, പക്ഷേ അതുകൊണ്ട് സിസ്റ്റത്തിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ സംഗതി ക്ലിയറായി. ഇങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലായിരുന്ന രാജുവിന്റെ കരിയറിൽ ഒരു വഴിതിരിവ് വരുന്നു. അതൊരു വലിയ മീറ്റിംഗിലോ ട്രെയിനിങ്ങിലോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ സൂപ്പർവൈസർ ഒരു ദിവസം വളരെ ശാന്തമായ അയാളോട് പറഞ്ഞു, രാജു, നിന്റെ പ്രശ്നം ജോലിയുടേതല്ല, സിസ്റ്റത്തിന്റേതാണ്. ആ ഒരു വാചകം. അതെ. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കുറ്റപ്പെടുത്തൽ പോലെ തോന്നാം. പക്ഷെ ഈ ഒരൊറ്റ വാചകമാണ് എല്ലാം മാറ്റിമറിച്ചത്. അവിശ്വസനീയമായൊരു നിരീക്ഷണമാണത്. കാരണം അവിടെയാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. അതെങ്ങനെയാണ്? സൂപ്പർവൈസർ പറയാൻ ശ്രമിച്ചത് നിനക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, നീ ജോലി ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ്. ശരി. ഇതൊരു ചെറിയ വ്യത്യാസമല്ല.
അതുവരെ ഞാനൊരു മോശം സെയിൽസ്മാനാണ്, എനിക്കിത് പറ്റുന്നില്ല എന്ന് ചിന്തിച്ചിരുന്ന രാജുവിന്റെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത വന്നു. അതെ, എന്റെ കുഴപ്പമല്ല, ഞാൻ പിന്തുടരുന്ന സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. എങ്കിൽ എനിക്കൊരു പുതിയ സിസ്റ്റം വേണം. ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. എക്സാക്ട്ലി, ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. DMS എന്ന ഉപകരണം ഉപയോഗിച്ചതുകൊണ്ട് മാത്രമല്ല മാറ്റം വന്നത്, ആ ഉപകരണം രാജുവിന്റെ ചിന്താരീതിയെ മാറ്റിയതുകൊണ്ടാണ്. ആ എനിക്ക് തോന്നുന്ന പോലെ ജോലി ചെയ്തിരുന്ന രാജു ഡേറ്റയെ അടിസ്ഥാനമാക്കി ചിന്തിക്കാൻ നിർബന്ധിതനായി. സെയിൽസിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കലാണ്. കൊള്ളാം. അപ്പോ ആ തിരിച്ചറിവിൽ നിന്നാണ് രാജുവിന്റെ രണ്ടാം വരവ്. അതെ, അയാളെ തന്റെ പ്രവർത്തന രീതി പൊളിച്ചെഴുതാൻ തീരുമാനിച്ചു. അതിന് ആയുധമാക്കിയത് അതുവരെ ശരിക്കുപയോഗിക്കാതിരുന്ന അതേ DMS സിസ്റ്റം തന്നെ. ഒന്നാമത്തെ മാറ്റം സമയനിഷ്ഠയിലായിരുന്നു. രാജു എല്ലാ ദിവസവും രാവിലെ കൃത്യം 9:55 മാർക്കറ്റിലെത്തി DMS പഞ്ച് ചെയ്യാൻ തുടങ്ങി. 5 മിനിറ്റ് മുൻപേ. അതെ, മറ്റുള്ളവർ ചായ കുടിച്ചു വരുന്നതേയുണ്ടാകൂ. അപ്പോഴേക്കും രാജു ഫീൽഡിൽ ആക്റ്റീവായിരിക്കും. ഇത് റീറ്റെയിലർമാരുടെ ഇടയിൽ അയാൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം പതിയെ തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. കാരണം വിൽപ്പനയുടെ ആദ്യപടി വിശ്വാസമാണ്. 9:55 എന്ന സമയം വെറുമൊരു സംഖ്യയല്ല, അതൊരു പ്രൊഫഷണൽ സമീപനത്തിന്റെ അടയാളമാണ്. ശരിയാണ്. അത് കാണുന്ന റീറ്റെയിലർക്ക് മനസ്സിലാകും, ഈ വരുന്നയാൾ തന്റെ ജോലിയെയും എന്റെ സമയത്തെയും ബഹുമാനിക്കുന്നുണ്ടെന്ന്. അത് നല്ലൊരു ബന്ധം തുടങ്ങാനുള്ള ആദ്യ പടിയാണ്. രണ്ടാമത്തെ മാറ്റം, ഓരോ കടയിൽ നിന്നും ഓർഡർ എടുക്കുമ്പോൾ അപ്പോൾ തന്നെ അതേ നിമിഷം DMSൽ പഞ്ച് ചെയ്യാൻ തുടങ്ങി. റിയൽ ടൈം. അതെ, വെറുതെ പഞ്ച് ചെയ്യുകയല്ല, ജിയോ ലൊക്കേഷൻ പ്രൂഫും സന്ദർശനത്തെക്കുറിച്ചുള്ള കുറിപ്പുകളും സഹിതം. അപ്പോ കമ്പനിക്ക് പൂർണ്ണ വിശ്വാസമായി. അതെ, വ്യാജ സന്ദർശനം എന്ന ചീത്തപ്പേര് അതോടെ ചരിത്രമായി. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം തത്സമയ ഓർഡർ എൻട്രിയായിരുന്നു. അതായിരുന്നു ഗെയിം ചേഞ്ചർ. ശരിക്കും. ബില്ലിംഗ് വേഗത്തിലായി, ഡെലിവറി കൃത്യസമയത്ത് നടന്നു, കമ്പനിയുടെ ഓഫറുകളും സ്കീമുകളും യഥാസമയം റീറ്റെയിലർമാർക്ക് കിട്ടിത്തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ രാജു ഒരു വ്യക്തിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്ന് ഒരു സിസ്റ്റം ഡ്രിവൻ സെയിൽസ്മാനായി രൂപാന്തരപ്പെട്ടു. ആ ഒരു മാറ്റമാണ് നിർണായകം. ഒരു സിസ്റ്റം ഡ്രിവൻ സെയിൽസ്മാനായി മാറുമ്പോൾ കാര്യങ്ങൾ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ അനുസരിച്ചല്ല നടക്കുന്നത്. ഒരു പ്രോസസ് അനുസരിച്ചാണ്. അതെ, ഏറ്റവും കാര്യക്ഷമമായ ഒരു പ്രക്രിയ അനുസരിച്ചാണ്. ഇത് രാജുവിന് മാത്രമല്ല ഗുണം ചെയ്തത്. ശരിയാണ്. റീറ്റെയിലർക്ക് കൃത്യസമയത്ത് സാധനങ്ങൾ കിട്ടുമ്പോൾ അവരുടെ കച്ചവടം കൂടുന്നു. ഡിസ്ട്രിബ്യൂട്ടർക്ക് സ്റ്റോക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. കമ്പനിക്ക് കൃത്യമായ ഡാറ്റ കിട്ടുന്നു. അതെ, ആ വിതരണ ശൃംഖല മുഴുവൻ കൂടുതൽ കാര്യക്ഷമമായി. ഈ കഠിനാധ്വാനത്തിന് കിട്ടിയ ഫലം അത് അതിശയകരമായിരുന്നു. രാജുവിന്റെ വിൽപ്പനയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയുണ്ടായി. പ്രത്യേകിച്ച് റേഞ്ച് സെല്ലിംഗിൽ, അതായത് ഒരു കടയിൽ കൂടുതൽ ഇനം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ. DMS ഡാറ്റ ഉപയോഗിച്ച് രാജു റീറ്റെയിലർമാരുമായി സംസാരിക്കുന്ന രീതി തന്നെ മാറി. മുൻപ് വെറുതെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നതിന് പകരം അയാൾ ഡേറ്റ കയ്യിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന്, ഒരു കടയിൽ ചെന്ന് അയാൾ ഇങ്ങനെ പറയും: സർ, കഴിഞ്ഞ മാസം നിങ്ങളുടെ കടയിൽ നിന്ന് നമ്മുടെ ടൊമാറ്റോ ചിപ്സ് 50 പാക്കറ്റ് വിറ്റുപോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നമ്മുടെ പുതിയ ക്രീം ആൻഡ് ഒണിയൻ ഫ്ലേവർ എടുക്കുന്നില്ല. ഡേറ്റ വെച്ചുള്ള സംസാരം. അതെ, ഇതിന് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ ഇപ്പോൾ വലിയ ഡിമാൻഡുണ്ട്. ഒരു 10 പാക്കറ്റ് വെച്ചു നോക്കിയാലോ? ഇതൊരു ഗംഭീര മാറ്റമാണ്. ഇവിടെ രാജു ഒരു ഓർഡർ എടുക്കുന്ന ആളിൽ നിന്ന് ഒരു ബിസിനസ് കൺസൾട്ടന്റായി മാറുകയാണ്. ശരിയാണ്. ഒരു പൊതുവായ സെയിൽസ് പിച്ചിൽ നിന്ന് ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് അയാൾ മാറി. ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം കൂട്ടാൻ സഹായിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ പുതിയ ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറായി. ബുദ്ധിപരമായി വിൽക്കുക. അതെ, വെറുതെ കൂടുതൽ വിൽക്കുക എന്നതിലുപരി കൂടുതൽ ബുദ്ധിപരമായി വിൽക്കുക എന്നതാണ് കാര്യം. ഫലം ആശ്ചര്യകരമായിരുന്നു. രാജുവിന്റെ റേഞ്ച് സെല്ലിംഗ് ഇരട്ടിയായി. ഡബിൾ. അതെ, അതുപോലെ സ്നാക്സ് വിപണിയിലെ ഏറ്റവും വലിയ തലവേദനയായ ഫ്രഷ്നസ് ഉറപ്പാക്കാനും DMS സഹായിച്ചു. അതെങ്ങനെയാ? അതിലെ റിട്ടേൺ മൊഡ്യൂൾ ഉപയോഗിച്ച് കാലാവധി തീരാറായ ഉൽപ്പന്നങ്ങൾ കൃത്യമായി തിരിച്ചെടുക്കാൻ സാധിച്ചു. ഓക്കേ, അപ്പോൾ റീറ്റെയിലർ ഹാപ്പി. അതെ, റീറ്റെയിലർമാരുമായുള്ള തർക്കങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി, വിശ്വാസം കൂടി. ഈ മാറ്റം രാജുവിന്റെയും ഡിസ്ട്രിബ്യൂട്ടറുടെയും സൽപ്പേരിനെ തന്നെ മാറ്റിമറിച്ചു. ശരിക്കും. മുൻപ് കമ്പനിയിൽ നിന്ന് വൈകിയെത്തുന്നു, വ്യാജ ഓർഡർ, ബീറ്റ് കവർ ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികളാണ് വന്നിരുന്നത്.
എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് തികഞ്ഞ അച്ചടക്കം, 100% തത്സമയ ഓർഡറുകൾ, ദിവസവും 40 പ്രൊഡക്റ്റീവ് കോളുകൾ എന്നൊക്കെയാണ്. മികച്ച ബീറ്റ് കവറേജ്. അതെ, രാജുവിന് ആദ്യമായി ഇൻസെന്റീവ് കിട്ടിത്തുടങ്ങി, ഡിസ്ട്രിബ്യൂട്ടർ സന്തോഷവാനായി, കമ്പനിക്കും തൃപ്തി. ഇതിനെല്ലാമുപരി രാജുവിന് തന്നോട് തന്നെ ഒരു മതിപ്പും ആത്മവിശ്വാസവും തോന്നിത്തുടങ്ങി. അവസാനം രാജു നേടിയെടുത്ത ആ മാറ്റങ്ങൾ നമുക്ക് സംഖ്യകളിൽ ഒന്നുകൂടി നോക്കാം. അവധിയെണ്ണം 0, DMS പഞ്ചിങ് 100% കൃത്യം, തത്സമയം. കൊള്ളാം. ദിവസേനയുള്ള കടസന്ദർശനം 40, അതിൽ 40 എണ്ണവും പ്രൊഡക്റ്റീവ്. അതാണ് പ്രധാനം. ബീറ്റ് കവറേജ് 100%. റേഞ്ച് സെല്ലിംഗ് ഇരട്ടിയായി. ഇൻസെന്റീവ് എല്ലാ മാസവും ലഭിച്ചു തുടങ്ങി. കമ്പനിയുടെ വിശ്വാസം പൂർണ്ണമായും തിരികെ നേടി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാജു അടിമുടി മാറി ഒരു യഥാർത്ഥ പ്രൊഫഷണലായി. ശരിയായ സിസ്റ്റവും അത് പിന്തുടരാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. തീർച്ചയായും. ഇത് രാജുവിന്റെ മാത്രം കഥയല്ല. അച്ചടക്കവും സാങ്കേതിക വിദ്യയും ഒരുമിപ്പിച്ചാൽ ഏതു മേഖലയിലും നേടാവുന്ന വിജയത്തിന്റെ ഒരു നേർസാക്ഷ്യമാണിത്. തീർച്ചയായും. ഈ കഥയുടെ പ്രധാന പാഠം എനിക്ക് തോന്നുന്നത് ഇതാണ്: ചെറിയ ചെറിയ മാറ്റങ്ങൾ വലിയ വലിയ ഫലങ്ങൾ നൽകുന്നു. അതെ. രാവിലെ 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നത് പോലെയോ ഓരോ ഓർഡറും അപ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നത് പോലെയുള്ള നിസ്സാരമെന്ന് തോന്നുന്ന ശീലങ്ങളാണ് രാജുവിന്റെ കരിയർ രക്ഷിച്ചത്. അതെ. അവസാനം ഇത് ചിന്താരീതിയെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് കാളവണ്ടിയുടെ വേഗതയിലുള്ള ചിന്തകൾക്ക് സ്ഥാനമില്ല. ശരിയാണ്. സ്നാക്സിന്റെ ലോകം റോക്കറ്റ് വേഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ഒരു സെയിൽസ്മാന്റെ ചിന്തയും അതിവേഗത്തിലായിരിക്കണം. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും പുതിയ സാങ്കേതികവിദ്യകളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും തയ്യാറാകുന്നവർക്കേ നിലനിൽപ്പുള്ളൂ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചോദിക്കാനായി ഒരു ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. നിങ്ങളുടെ ജോലിയിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന അച്ചടക്കപരമായ ഏത് ചെറിയ ശീലമാണ് ഒരുപക്ഷേ നിങ്ങളുടെ വലിയ വിജയത്തെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത്? ഒന്നാലോചിച്ച് നോക്കൂ.